എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഹയർ സെക്കൻഡറി റിസൾട്ടുകൾ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ച സമയം നിങ്ങൾക്ക് hscap വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ പാസ്വേഡ്, ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത ശേഷം തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് പച്ച കളറിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിലാണ് ഏത് കോഴ്സ് കോമ്പിനേഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് ചുവപ്പ് കളറിലും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് ആ ഒരു ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് 2 പേജുള്ള നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഫില്ല് ചെയ്യുകയും അതുപോലെ തന്നെ അതിൽ പറഞ്ഞ പ്രകാരമുള്ള ഫീസും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫീസും അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും സ്കൂളിൽ നൽകിയെടുക്കുന്ന അഡ്മിഷനാണ് പെർമനൻറ്റ് അഡ്മിഷൻ. അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഫീസൊന്നും നൽകാതെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാത്രം നൽകിയിട്ട് അഡ്മിഷൻ എടുക്കുന്നതാണ് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സ്കൂളിൽ പോയിട്ട് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ ഈ വർഷത്തെ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആയിരുന്നാൽ കൂടിയും സ്കൂളിൽ അഡ്മിഷനായിട്ട് പോവേണ്ടതാണ്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ തന്നിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല. പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതേസമയം അപേക്ഷയിൽ തെറ്റുള്ള വിദ്യാർത്ഥികൾ സ്കൂളിൽ പോവാതെ അതിൽ തെറ്റുണ്ട് എന്ന് കരുതി വീട്ടിലിരിക്കുകയാണെങ്കിൽ പിന്നീട് ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിലുള്ള അപേക്ഷ നൽകാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ട്, നിങ്ങൾ അപ്ലോഡ് ചെയ്തതോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ എടുത്തതോ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ തരാതെ അപേക്ഷയിലെ തെറ്റ് എന്നുള്ളത് കൊണ്ട് അഡ്മിഷൻ നൽകിയില്ല എന്ന് സ്കൂളിൽ നിന്ന് രേഖപ്പെടുത്തും. അപ്പോൾ അങ്ങനെ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. കാരണം നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും അവരുടെ കാറ്റഗറിയിൽ തെറ്റുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആയിരുന്നാൽ കൂടി അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ സ്കൂളിൽ അഡ്മിഷനായിട്ട് ഹാജരാവേണ്ടതാണ്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷന് ഹാജരാവാതിരുന്നാൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ആ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നത് മാത്രമല്ല ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് അപേക്ഷ നൽകാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതായിരിക്കും. അതേസമയം നിങ്ങൾ അഡ്മിഷന് ഹാജരാവുകയാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് വെക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളിൽ നിർബന്ധമായിട്ടും ഫീസ് അടച്ച് സർട്ടിഫിക്കറ്റ് നൽകി പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ രണ്ടാമത്തെയോ അതിനു താഴെയുള്ള ഓപ്ഷനോ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതേ രീതിയിൽ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നതിനും ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യുന്നതിനുമുള്ള അവസരം ഉണ്ടായിരിക്കും. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷനോ അതിനു താഴെയുള്ള മറ്റു ഓപ്ഷനുകളോ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. ടെമ്പററി അഡ്മിഷന് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ തന്നെ നിങ്ങളുടെ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഉണ്ടെങ്കിൽ ഒറിജിനൽ, ഇല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, EWS കാറ്റഗറി അവകാശപ്പെട്ടിട്ടുള്ളവർ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഈ ഒരു അതായത് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് അവകാശപ്പെട്ടുള്ളവർ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് എന്നിവ അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.